നീ അങ്ങ് വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോ. എന്തെല്ലാം ആണ് സുഖമല്ലേ? ഗോപാലകൃഷ്ണ, ആ ബീം അത്ര സ്ട്രോങ് അല്ലെന്ന് തോന്നുന്നില്ല. ഈ സപ്പോർട്ടിന് ആപ്പാടൊരു വിളക്കമുള്ളത് മതി. ഇന്നത്തെ ജോലി കഴിഞ്ഞാൽ ഉടനെ നിന്ന് പരിശീലിച്ചു കളയാം. അത് വേണ്ട, ഇന്ന് ഉച്ചയ്ക്ക് മേലെ അവധി കൊടുത്തു കളയാം. ഇന്ന് രാവിലെ 8 മണിക്ക് ശേഷം ഇപ്പോഴാണ് അവർ ഒരിടത്ത് കുത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് അവധി ഒന്നും വേണ്ട. ആ ഇളകി കിടക്കുന്ന മെച്ചത് ഇന്ന് തന്നെ വാരി വെളിയിൽ കളയണം. നിങ്ങൾ ഇവിടെ പിടിച്ചോണ്ടിരിക്കുക, അങ്ങോട്ട് വരാൻ. എന്തുത്സാഹമാണ് ജോലി ചെയ്യാൻ. ആ, ഇന്നത്തെ ജോലി കഴിഞ്ഞതും ഇതാകപ്പാടെ ഒന്ന് ചെക്ക് ചെയ്യണം. അന്ന് നാം നിശ്ചയിച്ചതുപോലെ അത് ഞാൻ സാധിച്ചു. ഇന്നലെ രാത്രി. എന്നിട്ട് ഇന്ന് കൃത്യം 3 മണിക്ക് പൊട്ടും. സുകുമാരൻ അപകടം വരാതെ. എന്താണെടോ ഉത്തരവ്? പോടോ അപ്പുറത്ത്. അല്ലെങ്കിൽ എടോ താൻ പോയി ചായ കൊണ്ടുവരും. ഹലോ, പിന്നെ വിളിക്കാൻ പറഞ്ഞു. നിങ്ങൾ വല്ലാത്ത അപകടമാണ് ചെയ്തിരിക്കുന്നത്. എനിക്കൊരു സ്വസ്ഥതയുമില്ല. കൃത്യം 3 മണിക്ക് തന്നെ ടൈം പാമ്പാണ്. കൃത്യത്തിന് പൊട്ടും. തുരങ്കം പൊളിയുമെന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ അകത്ത് ആളുണ്ടെങ്കിൽ എന്തെല്ലാം ആപത്താണോ. ഏതായാലും നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, എന്റെ ബംഗ്ലാവിലേക്ക് പോകാം. ആരെങ്കിലും നിങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ കുഴപ്പമാണ്. കൊലച്ചതിയാണല്ലോ എന്റെ ഗുരുവായൂരപ്പ. കുഞ്ഞേ കുഞ്ഞേ, നീ ആപത്താണ്. എന്താണ് സങ്കടപ്പിള്ള? ഏമാനും ജോൺസൺ സാറിന്റെ ഒരു രഹസ്യം പറയുന്നത് കേട്ടു. ഇന്ന് 3 മണിക്ക് മലയിൽ ഒരു ബോംബ് വിട്ടുവന്നു. ചതിവാണ് കുഞ്ഞെ, ചതിവാണ്. അയ്യോ അച്ഛാ, 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 സങ്കടപ്പിള്ളേ, അച്ഛൻ പോയി. ഞാൻ എന്ത് ചെയ്യും? എങ്ങനെ വിവരം അറിയിക്കണം കുഞ്ഞ്? എങ്ങനെ അറിയിക്കും? മണി 1 കഴിഞ്ഞു. ആരാ പോവുക? എനിക്കൊന്നും തോന്നുന്നില്ല സങ്കടപ്പിള്ളേ, എനിക്കൊന്നും തോന്നുന്നില്ല. കുഞ്ഞ്, ജയമാൻ ജോൺസൺ സാറിന്റെ കാറിലാ പോയത്. നമ്മുടെ കാറുണ്ട്. കാറുണ്ടോ? മമ്മൂട്ടിക്ക സാരമില്ല. നോക്കൂ.
കുഞ്ചുനായർ എന്താ എന്നെ കൂടെ കൊന്നേടാ. ഞാൻ ഇനി എന്തിരിക്കുന്നു? ഒന്ന് സമാധാനിക്കും. സാർ ഉടൻ ആശുപത്രിയിലേക്ക് പോകണം. ഉഷേ, നീ ഇപ്പോൾ ഇവിടെ? അറിഞ്ഞു വന്നു. ഇത്ര വേഗം എങ്ങനെ അറിഞ്ഞു? കുറെ കൂടി നേരത്തെ എത്താൻ സാധിച്ചില്ല. 1 മണിക്ക് അറിഞ്ഞു വന്നു. അപ്പോൾ ഇതാരോ കരുതിക്കൂട്ടി ചെയ്ത ചതിയാണ്. ആരാണ് ഈ ദ്രോഹികൾ? എനിക്ക് മനസ്സിലായി, എല്ലാം എനിക്ക് മനസ്സിലായി. ശങ്കരൻകുട്ടി, ഞാൻ തന്നെയാണ്. എന്റെ അച്ഛനും ജാൻസനും കൂടി ചെയ്ത ചതിക്ക് അങ്ങ് എങ്ങനെ ഉത്തരവാദിയാകും? അതെ, വല്ലവരും ചെയ്ത ചതിക്ക് സാർ എങ്ങനെ ഉത്തരവാദിയാകും? എന്റെ ഭാര്യയുടെ അച്ഛനല്ല ഈ കടുംദ്രോഹം ചെയ്തു. എന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരുവൻ, ഒരു എഞ്ചിനീയർ. രാഷ്ട്രം കെട്ടിപ്പടുക്കേണ്ടവൻ അതിന് കത്തിവെക്കുക. ഇതിന് മാപ്പില്ല. ശങ്കരൻകുട്ടി, ഞാനാണ് പ്രായശ്ചിത്തം ചെയ്യേണ്ടത്. മത്തായച്ചൻ ചെയ്തത് ശരിയാണ്, ശരിയാണ്. ഞാനത് അർഹിക്കുന്നു. ഞാനും ഒരു എഞ്ചിനീയറാണ്. സാർ, ഒന്ന് സമാധാനിക്കണം. അങ്ങയ്ക്ക് വല്ലാത്ത അസുഖമുണ്ട്. ദയവ് ചെയ്തൊന്ന് ആശുപത്രിയിലേക്ക് പോകണം. ഇല്ല ശങ്കരൻകുട്ടി, ഇല്ല. ഏതെങ്കിലും കാലത്ത് ഈ പണി പൂർത്തിയാക്കാതെ ഞാൻ ഈ മല വിട്ടു പോകുകയില്ല. പക്ഷേ നീ വിഷമിക്കരുത്. ഈ അപകടത്തിന് അങ്ങ് ഉത്തരവാദിയല്ലല്ലോ. അതൊക്കെ യുക്തിയും ന്യായവും മാത്രമാണ്. ഇവിടെ യുക്തിക്ക് സ്ഥാനമില്ല. ഈ മലയും ഞാനുമായുള്ള ബന്ധം വികാരബന്ധമായി പോയി. രാജ്യത്തിന് വെള്ളവും വെളിച്ചവും കൊടുക്കാൻ വേണ്ടി അതാ മരിച്ചു കിടക്കുന്നു 37 മനുഷ്യർ. മത്തായിച്ച, കുഞ്ചുനായരുടെയും ഗോപാലകൃഷ്ണന്റെയും മറ്റും ജഡം നമ്മൾ ഇന്നിവിടെ മറവ് ചെയ്യും. ഈ എലിയമ്മയെ നമ്മൾ ഇന്ന് പള്ളിയിലടക്കും. പക്ഷേ അവരോട് ഞാൻ നീതി ചെയ്യും മത്തായിച്ച, നീതി ചെയ്യും. അറിയാതെ ചെയ്ത കുറ്റം ക്ഷമിക്കണം, ക്ഷമിക്കണം. അവളെയും ഈ മലയിൽ അടക്കിയാൽ മതി. അവളുടെ പള്ളി ഇതാണ്. കർത്താവ് ഇവിടെ ഉണ്ട് മത്തായിച്ച. സാറ് ഇനിയെങ്കിലും ആശുപത്രി വരെ പോണം.
വേണ്ട മത്തായിച്ച, വേണ്ട. മത്തായിച്ചൻ വീട്ടിൽ പൊയ്ക്കോളൂ. അവിടെ കുഞ്ഞുങ്ങൾ അവരെ നോക്കേണ്ടോ കർത്താവെന്ന് വിളിച്ചു. ഞാൻ ഇവിടെ നിന്ന് അവള് ചെയ്യേണ്ട ജോലി കൂടെ ചെയ്യും. മത്തായിച്ച, ഉഷേ, നീ ഇത് കേൾക്കുന്നുണ്ടോ? ഒരു എഞ്ചിനീയർ കാരണം ഇവരുടെ ബന്ധുക്കൾ മണ്ണിനടിയിൽ കിടന്ന് ശ്വാസം മുട്ടി മരിച്ചു. എന്നിട്ടും അവർക്ക് എന്റെ രോഗത്തിൽ ഉൾക്കണ്ട. പൊന്നമ്മയ്ക്ക് വീട്ടിലേക്ക് പോകണമെന്ന്. കുറച്ചു ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ജോലി വീണ്ടും തുടങ്ങുന്നത് വരെ ശങ്കരൻകുട്ടി കൂടെ ഇവിടെ നിന്നാൽ കൊള്ളാമെന്നും. ഞാൻ ഒറ്റയ്ക്ക് അവിടെ താമസിച്ചു കൊള്ളാം. നിനക്ക് എന്താണ് ഇത്ര നിർബന്ധം? ആ കാളയെ സൂക്ഷിക്കും അച്ഛനോടുള്ള ഞങ്ങളുടെ കടപ്പാടാണെന്ന്. മരിച്ചുപോയ നിന്റെ അച്ഛനോട് നമുക്ക് എല്ലാവർക്കും കടപ്പാടുണ്ട്. ആ കടമ നിറവേറ്റാൻ വേണ്ടിയാണ് ഞാൻ ഈ മലയിൽ നിൽക്കുന്നത്. വേണ്ട, അങ്ങ് ആശുപത്രിയിൽ പോകണം. നിങ്ങൾ എന്നെ ഒരു ദുർവാശിക്കാരനായി മനസ്സിലാക്കരുത്. രാഷ്ട്ര പുനർനിർമ്മാണം കടമയെന്നുള്ളതിനും അപ്പുറത്ത് മനുഷ്യന്റെ വികാരമാവണമെന്ന് ചില മഹാന്മാർ പറഞ്ഞിട്ടേയുള്ളൂ. അതിവിടെ നാം അറിയാതെ ഒരു സത്യമായി കഴിഞ്ഞു. അതിന് ഞാൻ തടസ്സമാവില്ല. ഇല്ല, അല്പമൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയും. സാറ് ഈ രാജ്യത്തിന് വിലപ്പെട്ടയാളാണ്. നിങ്ങൾ അതിലും വിലപ്പെട്ടവരാണെന്നാണോ? ഞങ്ങളെപ്പോലുള്ളവർ ലക്ഷക്കണക്കിനുണ്ട് സർ. അങ്ങേപ്പോലുള്ളവരുടെ കാലിൽ ഒരു മുള്ളുപോലും കൊള്ളാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. സുഖക്കേടിന് ചികിത്സിക്കണം. കുഞ്ഞെ, നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറയാം. നിന്റെ അച്ഛന് ആ കാളയോടുണ്ടായിരുന്ന ബന്ധം 60-70 രൂപ വിലയുള്ള ഒരു മാടിനോടുള്ള ബന്ധമായിരുന്നു. നിനക്കിന്ന് ആ കാളയോടുള്ള സ്നേഹം നില മുഴുവാനുള്ള ഒരു ജന്തുവിനോടുള്ള സ്നേഹമാണ്. അതാണ് കുഞ്ഞെ മനുഷ്യന്റെ വികാരം. അതുപോലുള്ള വികാരമാണ് എനിക്ക് ഈ മലയിലുള്ള ജോലിക്കാരോടുള്ളത്, ഈ ജോലിയോടുള്ളത്. പക്ഷേ നീ വിഷമിക്കരുത്. എന്തു തന്നെ ആയാലും ശരി, ഈ ജോലി പൂർത്തിയാക്കാതെ ഞാൻ ഈ മല വിട്ടു പോകുകയില്ല. മലയിൽ വെച്ചുണ്ടായ അപകടത്തെ പറ്റിയുള്ള എൻക്വയറിയിൽ താനെങ്ങനെ സാക്ഷിയായി. രക്ഷ വേണമെങ്കിൽ സത്യം പറഞ്ഞുകൊള്ളണം. മിണ്ടാതെ നിന്നാലൊന്നും തന്നെ ഞാൻ വിടുകയില്ല. സത്യം പറയണം. ഏമാനും ജോൺസൺ സാറും കൂടി മുറിയിലിരുന്ന് പറഞ്ഞത് ഞാൻ കേട്ടത്. ഞാനാണ് ഉഷക്കുഞ്ഞിനോട് പറഞ്ഞത്, ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ ഏമാനും എല്ലാരും കൂടെ ചെയ്ത ഈ കൊലച്ചെടിയുടെ കാര്യം ഞാൻ പറയാവുന്നിടത്തൊക്കെ പറയും. എനിക്കിനി ഉദ്യോഗവും വേണ്ട. ഞാൻ തെണ്ടി തിന്നോട്ടെ. താൻ പറയുമോ? പറയുകയോ പറയുമോ? പറയുകയോ പറയുമോ? ഏമാൻ നിന്നെ കൊന്നാൽ ഈ രാജ്യദ്രോഹം ഞാൻ പറയാവുന്നിടത്തൊക്കെ പറയും. അയാളെ നിനക്ക് കാണാം, നിന്നെ പ്രതിക്കൂട്ടിൽ നിർത്തി വിസ്തരിക്കുമ്പോൾ. എന്നെ എന്തിന്? എന്തിനെന്നോ? നീ ചെയ്ത കുറ്റങ്ങൾക്ക്. കള്ളം, കള്ളം! ഞാൻ കുറ്റമൊന്നും ചെയ്തില്ല. നീ കുറ്റമൊന്നും ചെയ്തില്ല അല്ലേ? രാജ്യദ്രോഹി. ഇല്ല, ഇല്ല, ഞാൻ പിടികൊടുക്കയില്ല. ഞാൻ പിടികൊടുക്കയില്ല. ആരാണ്? Hello.
എന്റെ ഈശ്വര. ഇതിന് കർത്താവാണ് നടനക്കാരാണ് ഞാൻ. അയ്യോ. ബാ. എന്റെ ബാ. എന്റെ ഈശ്വരാണ് നടനക്കാരാണ്. നടനക്കാരാണ്. ഉഷേ, എത്ര പഠിച്ചവളായാലും പെണ്ണ് പെണ്ണ് തന്നെയാണല്ലേ? അതെ. അവൾ സ്വയം എന്ത് ത്യാഗം വേണമെങ്കിലും സഹിക്കും. തന്റെ ഭർത്താവിനോ കുഞ്ഞിനോ ഒരല്പം വേദന ഉണ്ടാക്കുന്ന ഒരു ത്യാഗത്തിനും അവൾ തയ്യാറല്ല. ശരിയല്ലേ? എവിടെ ആ മുഖമൊന്ന് ഉയർത്തു കാണട്ടെ. അന്നൊരിക്കൽ ഒരു എഞ്ചിനീയറുടെ കടമയെപ്പറ്റി ഉഷ എന്നോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഞാൻ അത് അക്ഷരം പ്രതി അനുഷ്ഠിക്കുന്നുണ്ട്. നിനക്ക് സന്തോഷമല്ലേ? അങ്ങയെ തടസ്സപ്പെടുത്തുന്ന വിധം വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഉഷേ, നീ ഒരു മാതാവാകാൻ പോവുകയാണ്. നീ എന്നെ ഉപദേശിച്ച കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞിനെ പഠിപ്പിക്കൂ. ആ കുഞ്ഞ് രാജ്യത്തിനൊരു സ്വത്തായി തീരട്ടെ. നിശ്ചയമായി.